So next we are going to discuss about cholinergic drugs. Okay, so cholinergic drugs എന്ന് വെച്ചാൽ those drugs which increase the cholinergic activity in our body. Okay, അതായത് അസറ്റൈൽ കൊളൈൻ റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആക്ടിവിറ്റിയെ ഇൻക്രീസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് എന്ത് cholinergic ഡ്രഗ്സ് എന്ന് പറയുന്നത്, അതായത് പാരാസിമ്പതോമൈമെറ്റിക് ഡ്രഗ്സ്. ഓക്കെ, കോളിനർജിക് ഡ്രഗ്സ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു ടു ടൈപ്സ്. ഓക്കെ, രണ്ട് ടൈപ്പാണ് കോളിനർജിക് ഡ്രഗ്സിനെ നമുക്ക് ക്ലാസ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നെന്ന് പറയുന്നത് ഡയറക്റ്റ് ആക്ടിങ് കോളിനർജിക് ഡ്രഗ്സ്, സെക്കൻഡ് വൺ ഈസ് ഇൻഡയറക്റ്റ് ആക്ടിങ് കോളിനർജിക് ഡ്രഗ്സ്. ഓക്കെ, ഡയറക്റ്റ് ആക്ടിങ്ങും ഇൻഡയറക്റ്റ് ആക്ടിങ്ങും. സോ എന്താണ് ഈ ഡയറക്റ്റ് ആക്ടിങ്, എങ്ങനെയാണ്, എന്താണ് ഇൻഡയറക്റ്റ് ആക്ടിങ്, ഹൗ യു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡയറക്റ്റ് ആക്ടിങ് ആൻഡ് ഇൻഡയറക്റ്റ് ആക്ടിങ്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് നമുക്ക് ഒരു കോളിനർജിക് ന്യൂറോൺ എടുക്കാം. ഈ വരച്ചിരിക്കുന്നത് കോളിനർജിക് ന്യൂറോൺ. ഈ കോളിനർജിക് ന്യൂറോണിൻ്റെ നെർവ് എൻഡിങ് എന്താണ് റിലീസ് ചെയ്യുന്നത്? ഇറ്റ് വിൽ റിലീസ് അസറ്റൈൽ കൊളൈൻ, റൈറ്റ്? അപ്പം ഈ അസറ്റൈൽ കൊളൈൻ എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ടാർജറ്റ് ടിഷ്യൂവിനകത്തുള്ള റിസപ്റ്റേഴ്സിനകത്ത്. കോളിനർജിക്കിന് ഉള്ള റിസപ്റ്റേഴ്സ് ഏതൊക്കെയാണ് നമുക്കുള്ളത്? അയൺ ചാനൽ റിസപ്റ്ററും, അതായത് നിക്കോട്ടിനിക് റിസപ്റ്ററും, പിന്നുള്ളത് മസ്കുറാനിക് റിസപ്റ്റർ, അതായത് ജി പ്രോട്ടീൻ റിസപ്റ്ററുമാണ് നമുക്കുള്ളത്, അല്ലേ? ടു ടൈപ്പ് ഓഫ് റിസപ്റ്റർ, മസ്കുറാനിക്, നിക്കോട്ടിൻ. നിക്കോട്ടിനിക് എന്ന് പറയുന്നത് അയൺ ചാനൽ റിസപ്റ്ററാണ്, മസ്കുറാനിക് എന്ന് പറയുന്നത് ജി പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്ററാണ്, അല്ലേ? അപ്പം അസറ്റൈൽ കൊളൈൻ റിലീസ് ചെയ്യുമ്പോൾ ദേ ഷുഡ് സ്റ്റിമുലേറ്റ് ദീസ് ടു റിസപ്റ്റേഴ്സ്. ഈ രണ്ട് റിസപ്റ്റേഴ്സിനെയും സ്റ്റിമുലേറ്റ് ചെയ്യും, അതല്ലേ നോർമലായിട്ട്. പിന്നെ നിങ്ങൾക്കറിയാം അസറ്റൈൽ കൊളൈൻസ് ഒൺസ് സ്റ്റിമുലേറ്റ് ചെയ്ത് അങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ ഇറ്റ് റാപ്പിഡ്ലി ഗെറ്റ് ഡിസ്ട്രോയിഡ് ഓർ കാറ്റബോളൈസ്ഡ് ബൈ ദ എൻസൈംസ് കാൾഡ് അസറ്റൈൽ കൊളൈൻ എസ്ട്രേസ്, അല്ലേ? അസറ്റൈൽ കൊളൈൻ എസ്ട്രേസ് വഴി അസറ്റൈൽ കൊളൈൻ അത് ഡിസ്ട്രക്റ്റ് ആയി അല്ലെങ്കിൽ കാറ്റബോളൈസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഈ അസറ്റൈൽ കൊളൈൻ എസ്ട്രേസ് നമുക്ക് ഹൈ കോൺസെൻട്രേഷനിൽ കാണാൻ കഴിയുന്നത് എവിടെയാണ്? ഈ ജംഗ്ഷനിലെ ഏരിയയിൽ തന്നെയാണ്, അതായത് ഈ പ്രീ സിനാപ്റ്റിക് അല്ലെങ്കിൽ പോസ്റ്റ് സിനാപ്റ്റിക് നെർവ് എൻഡിങ്ങിൻ്റെ ഏരിയയിൽ ആ ടാർജറ്റായിട്ടുള്ള ആ നെർവ് എൻഡിങ് ഉള്ള ആ ഒരു ഏരിയയിലായിരിക്കും നമുക്ക് ഹൈ കോൺസെൻട്രേഷനിൽ എന്ത് കാണാൻ കഴിയുക? അസറ്റൈൽ കൊളൈൻ എസ്ട്രേസ് കാണാൻ കഴിയുക. സോ ഇത്രയാണ് നമ്മളുടെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? ഓക്കെ, സോ ഡയറക്റ്റ് ആക്ടിംഗ് എന്ന് പറയുന്നത് ദോസ് ഡ്രഗ്സ് വിച്ച് ഡയറക്റ്റ്ലി സ്റ്റിമുലേറ്റ് ദോസ് റിസപ്റ്റേഴ്സ്. നമ്മൾ പറഞ്ഞു രണ്ട് റിസപ്റ്റേഴ്സ് ഉണ്ടെന്ന്. ആ രണ്ട് റിസപ്റ്റേഴ്സിനെയും ഡയറക്റ്റായിട്ട് ആക്ട് ചെയ്ത് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുവാണെങ്കിൽ ആ ഡ്രഗ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റ് ആക്ടിങ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ചില ഡ്രഗ്സ് ഉണ്ട് അത് രണ്ടിനെയും റിസപ്റ്റ് ചെയ്യും. ചില ഡ്രഗ്സ് നിക്കോട്ടിനിക്കിനെ മാത്രമായിരിക്കും സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, ചില ഡ്രഗ്സ് മസ്കുറാനിക്കിനെ മാത്രമായിരിക്കും സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ചില കേസുകളിൽ ചില ഡ്രഗ്സ് രണ്ട് റിസപ്റ്റേഴ്സിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഡ്രഗ്സും നമുക്ക് ഉണ്ട്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആക്ടിങ് ഡ്രഗ്സ് ആണ്. സോ ഇൻഡയറക്റ്റ് ആക്ടിങ് എന്ന് പറയുമ്പോൾ തന്നെ ഡയറക്റ്റ് ആയിരിക്കും. ഇൻഡയറക്റ്റ് ആയിട്ട് എവിടെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? ദോസ് ഡ്രഗ്സ് വിച്ച് ആക്ടിങ് ഓൺ അസറ്റൈൽ കൊളൈൻ എസ്ട്രേസ്. അസറ്റൈൽ കൊളൈൻ എസ്ട്രേസിനെ ബൈൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ആക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സാണ് എന്ത്? ഇൻഡയറക്റ്റ് ആക്ടിങ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അതായത് ആ റിസപ്റ്റേഴ്സിനെ ഒന്നും ചെയ്യുന്നില്ല, ആ അസറ്റൈൽ കൊളൈനെ കാറ്റബോളൈസ് ചെയ്യുന്ന ആ അസറ്റൈൽ കൊളൈൻ എസ്ട്രേസിനെ ഡിസ്ട്രക്റ്റ് ചെയ്യുന്ന ഡ്രഗ്സ്. ഓക്കെ, അതിൻ്റെ ഫംഗ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സ്. അസറ്റൈൽ കൊളൈൻ എസ്ട്രേസിനെ മാത്രമല്ല ബ്യൂട്ടറൈൽ കൊളൈൻ എസ്ട്രേസിനെയും ഇൻഹിബിറ്റ് ചെയ്യും. ബ്യൂട്ടറൈൽ കൊളൈൻ എസ്ട്രേസ് എവിടെയാണ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്? പ്ലാസ്മയിൽ. ഓക്കെ, നമ്മളെ ബ്ലഡിലാണ് ബ്യൂട്ടറൈൽ കൊളൈൻ എസ്ട്രേസ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. അതേസമയം അസറ്റൈൽ കൊളൈൻ എസ്ട്രേസ് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, സോ എന്താ പറ്റുന്നത്? ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഡ്രഗ്സ് അസറ്റൈൽ കൊളൈൻ എസ്ട്രേസിനെ ഇൻഹിബിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ബ്യൂട്ടറൈൽ കൊളൈൻ എസ്ട്രേസിനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? എൻഡോജീനിയസ് ആയിട്ട് റിലീസ് ചെയ്യുന്ന അസറ്റൈൽ കൊളൈനെ അത് കാറ്റബോളൈസ് ചെയ്യത്തില്ല. സോ കോളിനർജിക് ആക്ടിവിറ്റി വിൽ ഗെറ്റ് ഇൻക്രീസ്ഡ്. ഓക്കെ, സോ തേർഡ് ഡ്രഗ് എന്ന് പറയുന്നത് കാർബക്കോളാണ്. കാർബക്കോൾ, യു ക്യാൻ സി എ കാർബമൈഡ് ഗ്രൂപ്പ് ആൻഡ് ആൻ കൊളൈൻ ഗ്രൂപ്പ്. അസറ്റൈലിന് ഒരു കൊളൈൻ ഗ്രൂപ്പ്. ഇവിടെ അസറ്റൈലിന് പകരം കാർബമൈഡ് ഗ്രൂപ്പും ഒരു കൊളൈൻ ഗ്രൂപ്പും കൂടെ ചേർന്നിട്ട്. പിന്നെ അടുത്തെന്ന് വെച്ചാൽ ബെത്തനിക്കോളാണ്. സോ ഈ 4 ഡ്രഗ്സാണ് നമുക്ക് മെയിനായിട്ടും കൊളൈൻ എസ്റ്റേഴ്സിനകത്തുള്ളത്: അസറ്റൈൽ കൊളൈൻ, മെത്തക്കൊളൈൻ, കാർബക്കോൾ ആൻഡ് ബെത്തനിക്കോൾ. അപ്പം ഇതിനകത്തെന്ന് പറയുന്നത് അസറ്റൈൽ കൊളൈൻ നമുക്കറിയാം ഇറ്റ് ഹാസ് ആക്ഷൻ ഓൺ മസ്കുറാനിക് ആൻഡ് നിക്കോട്ടിനിക് റിസപ്റ്റർ. മെത്തക്കോളിനകത്താണെങ്കിൽ അതിന് മസ്കുറാനിക് റിസപ്റ്റേഴ്സിനകത്ത് മാത്രമേ ആക്ഷൻ ഉണ്ടാവുകയുള്ളൂ. കാർബക്കോളിൻ്റെ കേസിലാണെങ്കിൽ അതിന് മസ്കുറാനിക് റിസപ്റ്റേഴ്സിലും അതുപോലെ തന്നെ നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സിലും ആക്ഷനുണ്ട്. ബെത്തനിക്കോളിനാണെങ്കിൽ ഇറ്റ് ഹാസ് ആക്ഷൻ ഓൺലി ഓൺ മസ്കുറാനിക് റിസപ്റ്റർ. ഓക്കെ,
സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ആൽക്കലോയിഡ്സ് ആണ്. അപ്പം ഏതൊക്കെ പ്ലാന്റിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ് ആൽക്കലോയിഡ്സ് അല്ലേ. അപ്പം ഈ ആൽക്കലോയിഡ്സ് ഏതൊക്കെയാണ് മസ്കുറാനിക് റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? ഏത് ആൽക്കലോയിഡാണ്? മസ്കുറൈൻ എന്ന് പറയുന്ന ആൽക്കലോയിഡ്. അതൊരു മഷ്റൂമിൽ നിന്ന് കിട്ടുന്ന പോയിസൺ ആണ്. സോ ഇറ്റ്സ് മസ്കുറൈൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പൈലോകാർപ്പിൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, പൈലോകാർപ്പിൻ. സോ അത് രണ്ടും പ്ലാന്റിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ്. സോ ഈ രണ്ട് ആൽക്കലോയിഡ്സും ആണ് മസ്കുറാനിക് റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഡയറക്റ്റ് ആക്ടിങ് കോളിനർജിക് ഡ്രഗ്സ്. ഓക്കെ. സോ ഡയറക്റ്റ് ആക്ടിങ്ങിൽ നമുക്ക് രണ്ടായിട്ട് ഇപ്പം പറയാം. ഒന്നെന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് മസ്കുറാനിക് റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഡ്രഗ്സ്, ഒന്നെന്ന് പറയുന്നത് നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സിനെ ഡയറക്റ്റായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഡ്രഗ്സ്. സോ രണ്ടായിട്ട് മസ്കുറാനിക് റിസപ്റ്റർ അഗോണിസ്റ്റ് ഡ്രഗ്സ് ആൻഡ് നിക്കോട്ടിനിക് റിസപ്റ്റർ അഗോണിസ്റ്റ് ഡ്രഗ്സ്. സോ മസ്കുറാനിക് റിസപ്റ്റേഴ്സിൻ്റെ സ്റ്റിമുലൻ്റ് ഡ്രഗ്സ് എന്ന് രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ആൽക്കലോയിഡ്സും ഒന്നെന്ന് പറയുന്നത് കൊളൈൻ എസ്റ്റേഴ്സും ആയിട്ട് രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്ന കൊളൈൻ എസ്റ്റേഴ്സിലെ ഫസ്റ്റ് ഡ്രഗ് എന്ന് പറയുന്നത് അസറ്റൈൽ കൊളൈൻ തന്നെയാണ്. ഓക്കെ. അസറ്റൈൽ കൊളൈന് രണ്ട് റിസപ്റ്റേഴ്സിനെയും സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് മസ്കുറാനിക് റിസപ്റ്റേഴ്സിനെയും അതുപോലെ തന്നെ നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സിനെയും സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രഗ് തന്നെയാണ് എന്ത്? അസറ്റൈൽ കൊളൈൻ. സോ കൊളൈൻ എസ്റ്റേഴ്സിലെ ഫസ്റ്റ് ഡ്രഗ് അസറ്റൈൽ കൊളൈൻ ആണ്. സോ സെക്കൻഡ് ഡ്രഗ് എന്ന് പറഞ്ഞാൽ മെഥാക്കോളിൻ ആണ്. അതായത് ഒരു മീഥൈൽ ഗ്രൂപ്പും ഒരു കൊളൈൻ ഗ്രൂപ്പും കൂടെ വരുന്നത്. സോ സെക്കൻഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മളുടെ ഡ്രഗ് എന്ന് പറയുന്നത് അസറ്റൈൽ കൊളൈൻ ആണ്. ഓക്കെ. സോ അസറ്റൈൽ കൊളൈൻ അത് മോസ്റ്റ്ലി നമ്മൾ ഫാർമക്കോളജിക്കലി യൂസ് ചെയ്യാത്തൊരു ഡ്രഗാണ്. സോ ഇഫ് യു വാണ്ട് ടു ഇൻക്രീസ് ദ കോളിനർജിക് ആക്ടിവിറ്റി ഇൻ അവർ ബോഡി, നമ്മളുടെ ശരീരത്തിൽ കോളിനർജിക് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അസറ്റൈൽ കൊളൈൻ ഇഞ്ചെക്റ്റ് ചെയ്യാറില്ല. അതെന്താണെന്ന് വെച്ചാൽ അസറ്റൈൽ കൊളൈൻ നമ്മളുടെ ശരീരത്തിൽ ഇഞ്ചെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റാപ്പിഡായിട്ട് ഡിസ്ട്രക്റ്റ് ആയി പോകും. ഓക്കെ. എന്തുകൊണ്ടാണ് ഡിസ്ട്രക്റ്റ് ആയി പോകുന്നത്? ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദാറ്റ് എൻസൈം. ഏതാണ് ആ എൻസൈം? ബ്യൂട്രൈൽ കൊളൈനെസ്റ്റേസ് അല്ലേ. നമ്മളെ പ്ലാസ്മയിൽ എന്തുണ്ട്? ബ്യൂട്രൈൽ കൊളൈൻ എസ്റ്ററേസ് ഉണ്ട്. സോ ഇറ്റ് വിൽ ഡിസ്ട്രാക്ട് ദ അസറ്റൈൽ കൊളൈൻ അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ബ്യൂട്രൈൽ കൊളൈൻ എസ്റ്ററേസിന് വേറെയും പേരുണ്ട്. എന്തൊക്കെയാണ്? നോൺ സ്പെസിഫിക് കോളിനെസ്റ്ററേസ് അല്ലെങ്കിൽ സ്യൂഡോ കോളിനെസ്റ്ററേസ് എന്നൊക്കെയാണ് ഈ ബ്യൂട്രൈൽ കൊളൈൻ എസ്റ്ററേസിൻ്റെ വേറെ നെയിംസ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അസറ്റൈൽ കൊളൈൻ നമ്മളുടെ ഫാർമക്കോളജിക്കലി യൂസ് ചെയ്യാറില്ല. അപ്പം ബ്യൂട്രൈൽ കൊളൈൻ എസ്റ്ററേസ് മാത്രമല്ല, ഈവൻ അസറ്റൈൽ കൊളൈൻ എസ്റ്ററേസും എന്ത് ചെയ്യും? അസറ്റൈൽ കൊളൈനെ ഡിസ്ട്രക്റ്റ് ചെയ്യും. ഓക്കെ. സോ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു കോളിനർജിക് ആക്ഷൻ ഉണ്ടാവണമെങ്കിൽ ദർ ഷുഡ് ബി ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ അല്ലേ. ഇതിനൊരു 30 സെക്കൻഡ്സോ അല്ലെങ്കിൽ ഒരു 25 to 30 സെക്കൻഡ്സേ ഇതിൻ്റെ ഒരു ആക്ഷൻ ഉണ്ട്. സോ ഫസ്റ്റ് റീസൺ നമ്മൾ എന്തുകൊണ്ട് അസറ്റൈൽ കൊളൈൻ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് ഷോർട്ട് ഹാഫ് ലൈഫ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് അതൊരു ഡിഫ്യൂസ് ആക്ഷനാണ്. അതായത് ഇപ്പം നമ്മൾ ഏതെങ്കിലും രീതിയിൽ അസറ്റൈൽ കൊളൈൻ നമ്മൾ ശരീരത്തോട്ട് ഇഞ്ചെക്റ്റ് ചെയ്തെന്ന് വെച്ചോ, ഹൈ ഡോസ് എങ്ങാനും കൊടുത്ത് ഇറ്റ് സ്റ്റിമുലേറ്റ് ആൾ അവർ കോളിനർജിക് റിസപ്റ്റേഴ്സ്. അതായത് നിക്കോട്ടിനിക്കും മസ്കുറാനിക് എല്ലാ റിസപ്റ്റേഴ്സിനെയും അത് സ്റ്റിമുലേറ്റ് ചെയ്യും. പക്ഷേ അങ്ങനെ ഒരു ആക്ഷൻ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല അല്ലേ. അങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഡിഫ്യൂസ് ചെയ്ത് കോളിനർജിക് റിസപ്റ്റേഴ്സിനെ എല്ലാം സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ അസറ്റൈൽ കൊളൈൻ ഫാർമക്കോളജിക്കലായിട്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല. കാരണം സ്പെസിഫിക് ആയിട്ടല്ല അതിൻ്റെ ആക്ഷൻ, കംപ്ലീറ്റ് ആയിട്ടാണ് അതിൻ്റെ ആക്ഷൻ. അതുകൊണ്ട് തന്നെ നമ്മളതിനെ യൂസ് ചെയ്യാറില്ല. തേർഡ് പോയിൻ്റ് എന്ന് വെച്ചാൽ ഇത് ഹൈലി പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ളൊരു മോളിക്യൂളാണ്. സോ ദാറ്റ്സ് വൈ ഇറ്റ് കാൺട്ട് ക്രോസ് അവർ ബയോളജിക്കൽ മെംബ്രെയിൻ. ഓക്കെ. നമ്മളെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഒന്നും ക്രോസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എന്തിനില്ല? അസറ്റൈൽ കൊളൈന് ഇല്ല. സോ ഇഫ് യു ആർ ഗിവിങ് ഹൈ എമൗണ്ട് ഓഫ് അസറ്റൈൽ കൊളൈൻ വാട്ട് വിൽ ഹാപ്പൻ അല്ലേ. നമ്മളിപ്പോൾ അസറ്റൈൽ കൊളൈൻ ഹൈ എമൗണ്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അങ്ങനെ കൊടുക്കാൻ പറ്റില്ലെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, കോളിനർജിക് എല്ലാം സ്റ്റിമുലേറ്റ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും? ദർ വിൽ ബി ലാക്രിമേഷൻ അല്ലേ. അതിൽ കണ്ണ് നന്നായിട്ട് ലാക്രിമേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ സലൈവറി ഗ്ലാൻസിൽ നിന്ന് സലൈവേഷൻ ഉണ്ടാകും. അതുപോലെ ഹേർട്ടിനാണെങ്കിൽ എന്ത് സംഭവിക്കും? ഓക്കെ. നമ്മളുടെ ആ കാർഡിയാക് എല്ലാം സ്ലോ ആവും അല്ലേ. ഹാർട്ട് റേറ്റ് ഡിക്രീസ് ചെയ്യും. ഇഫ് ഇറ്റ് ഗോസ് ടു ബ്ലഡ് വെസൽസ് എന്ത് പറ്റും? ബ്ലഡ് വാസോ ഡയലേഷൻ ഉണ്ടാകും ഡ്യൂ ടു ദ റിലീസ് ഓഫ് നൈട്രിക് ഓക്സൈഡ്. അതുപോലെ തന്നെ ഹൈപ്പോ ടെൻഷൻ ഉണ്ടാകും. പിന്നെ GITയിൽ പോയി കഴിഞ്ഞാൽ എന്ത് ഗ്യാസ്ട്രിക് സെക്രേഷൻസ് ഒക്കെ ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ദർ വിൽ ബി യൂറിനേഷൻ ഉണ്ടാകും. അതുപോലെ ഡിഫിക്കേഷൻ ഉണ്ടാകും. ഓക്കെ. കണ്ണെന്ത് പറ്റും? മയോസിസ് ആവും അല്ലേ. കൺസ്ട്രക്ഷൻ ഓഫ് പ്യൂപ്പിൾ ഉണ്ടാകും. ഇഫ് ഇറ്റ് ഗോസ് ടു ബ്രോങ്കൈ നമ്മളുടെ ബ്രോങ്കിയോൾസിൽ കൊണ്ടുപോയത് കൺസ്ട്രക്ഷൻ ഉണ്ടാകും അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ചായിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെന്ത് ഈ അസറ്റൈൽ കൊളൈന് അങ്ങനെ കൊടുക്കാത്തത്. നെക്സ്റ്റ് ഡ്രഗ് ഈസ് ബെത്തിനിക്കോൾ. ബെത്തിനിക്കോളിന്
സ്ട്രോങ്ങർ ആക്ഷനാണ്, മസ്കുലാനിക് റിസപ്റ്റേഴ്സിൽ സ്ട്രോങ്ങർ ആക്ഷനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈ ബെത്തനിക്കോൾ എന്നുള്ള ഡ്രഗ്സ് എവിടെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പഠിച്ചു വെക്കാൻ ഒരു സിമ്പിൾ വേ ഉണ്ട്. ബെത്തനിക്കോൾ ബി, ഇറ്റ് ആക്ടിവേറ്റ് ബൗൾസ് ആൻഡ് ബ്ലാഡർ. ബൗൾസ് ബി, ബ്ലാഡർ ബി. ഓക്കെ, അപ്പോൾ ബെത്തനിക്കോൾ ആക്ടിവേറ്റ്സ് ബൗൾസ് ആൻഡ് ബ്ലാഡർ. ബൗൾസ് എന്ന് വെച്ചാൽ നമ്മൾ GIT, ബ്ലാഡർ മീൻസ് യൂറിനറി ബ്ലാഡർ. ഓക്കെ, സോ പിന്നെ ഈ ബെത്തനിക്കോൾ ഈ സ്ട്രക്ചറലി അസറ്റൈൽ കൊളൈൻ്റെ റിലേറ്റഡ് ആണ്. ഇൻ വിച്ച് ദ അസറ്റേറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ കാർബമേറ്റ്. അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞു അസറ്റേറ്റിന് പകരം എന്താണ് ഇവിടെ റീപ്ലേസ് ചെയ്യുന്നത്? കാർബമേറ്റ് ഗ്രൂപ്പ് ആണ് റീപ്ലേസ് ചെയ്തേക്കുന്നത്. ആൻഡ് കൊളൈൻ ഈസ് മീത്തൈലേറ്റഡ്. ഓക്കെ, മീത്തൈൽ ഗ്രൂപ്പും ഇതിൻ്റെ കൂടെ ഉണ്ട്, കാർബമേറ്റ് ഗ്രൂപ്പും ഉണ്ട്, അതുപോലെ തന്നെ മീത്തൈൽ ഗ്രൂപ്പും കൂടെ ആഡ് ചെയ്തതാണ് എന്ത് ബെത്തനിക്കോൾ എന്ന് പറഞ്ഞത്. ഹെൻസ് അതുകൊണ്ട് തന്നെ എന്താണ്, ഇറ്റ് ഈസ് നോട്ട് ഹൈഡ്രലൈസ്ഡ് ബൈ അസറ്റൈൽ കൊളൈൻ എസ്റ്റേസ്. നമ്മൾക്ക് സാധാരണഗതിയിൽ അറിയാം അസറ്റൈൽ കൊളൈനെ ആരാണ് ഡിസ്ട്രക്റ്റ് ചെയ്യുന്നത്? അസറ്റൈൽ കൊളൈൻ എസ്റ്റേസ് അല്ലെങ്കിൽ ബ്യൂട്രൈൽ കൊളൈൻ എസ്റ്റേസ് ഡിസ്ട്രക്റ്റ് ചെയ്യും. പക്ഷേ ഇവിടെ ബെത്തനിക്കോളിനെ അസറ്റൈൽ കൊളൈൻ എസ്റ്റേസിന് ഡിസ്ട്രക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഡ്യൂ ടു ദ അഡീഷൻ ഓഫ് കാർബോണിക് ആസിഡ്, അതായത് ഈ കാർബമേറ്റിൻ്റെ ഗ്രൂപ്പ് അവിടെ പ്രസൻറ്റ് ആയതുകൊണ്ട് തന്നെ അസറ്റൈൽ കൊളൈൻ എസ്റ്റേസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ബെത്തനിക്കോളിനെ ഡിസ്ട്രക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ബെത്തനിക്കോളിന് ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഒരു അഫിനിറ്റി ഉള്ളത് മസ്കുലാനിക് റിസപ്റ്റേഴ്സിനാണ്, മസ്കുലാനിക് റിസപ്റ്റേഴ്സിലോട്ടാണ്. അതിന് നിക്കോട്ടിനിക് ആക്ഷൻ ഒട്ടും തന്നെ ഇല്ല. ഓക്കെ, അത് നിക്കോട്ടിനിക് ആക്ഷൻ ഇല്ലാത്തതും ഈ അഡീഷൻ ഓഫ് മീഥൈൽ ഗ്രൂപ്പ് കാരണമാണ്. ഓക്കെ, ഈ ബെത്തനിക്കോളിനകത്ത് മീഥൈൽ ഗ്രൂപ്പിൻ്റെ പ്രസൻസ് ഉണ്ടായതുകൊണ്ടാണ് എന്ത് നിക്കോട്ടിനിക്കിനകത്തോട്ട് ഇതിന് അഫിനിറ്റി ഇല്ലാത്തത്. പിന്നെ ഇതിൻ്റെ മേജറായിട്ടുള്ള ആക്ഷൻ പറഞ്ഞു. ഇതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് 1 hour ആണ്. ഓക്കെ, സോ മോസ്റ്റ്ലി ഇതിൻ്റെ തെറാപ്യൂട്ടിക് യൂസ്, ഈ ബെത്തനിക്കോൾ എന്ന് പറയുന്ന ഡ്രഗിൻ്റെ മെയിനായിട്ടുള്ള തെറാപ്യൂട്ടിക് യൂസ് എന്ന് പറയുന്നത് നമ്മൾ ആൾറെഡി പറഞ്ഞു. ഇത് മെയിനായിട്ട് എവിടെ ആക്ട് ചെയ്യുന്നത്? ബൗൾസ് ആൻഡ് ബ്ലാഡർ അല്ലേ. അപ്പോൾ GITയിൽ കോൺട്രാക്ഷൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, അതായത് ഹൈപ്പോ കോൺട്രാക്ട് ചെയ്യാൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ബ്ലാഡറിന് കോൺട്രാക്ഷന് പ്രോബ്ലം ഉണ്ടെങ്കിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ബെത്തനിക്കോൾ കൊടുക്കുന്നത്. ഓക്കെ, സോ മോസ്റ്റ്ലി ഇൻ യൂറോളജിക്കൽ ട്രീറ്റ്മെൻറ്റിന് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് പാർട്ടം അല്ലെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് കേസസിലൊക്കെ നമുക്ക് ഇത് കൊടുക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ബെത്തനിക്കോൾ കൊടുക്കുമ്പം നോൺ ഒബ്സ്ട്രക്റ്റീവ് കേസസിൽ വേണം കൊടുക്കാൻ. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ GITയിലോ അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡറിലോ എന്തെങ്കിലും കിഡ്നി സ്റ്റോൺസോ എന്തെങ്കിലും ട്യൂമേഴ്സ് കാരണമോ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മളൊരിക്കലും എന്ത് കൊടുക്കാൻ പാടില്ല? ബെത്തനിക്കോൾ കൊടുക്കാൻ പാടില്ല. കാരണം ബെത്തനിക്കോൾ കൊടുത്താൽ കൺസ്ട്രക്ഷനാണ് ഉണ്ടാകുന്നത്. കൺസ്ട്രക്ഷൻ ഉണ്ടായിട്ടും ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ദെർ വോണ്ട് ബി പെയിൻ അഗ്രവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ നോൺ ഒബ്സ്ട്രക്റ്റീവ് യൂറിനറി റീറ്റൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് കൊടുക്കാൻ പാടുള്ളൂ? ബെത്തനിക്കോൾ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ബെത്തനിക്കോൾ യൂസ് ചെയ്യുന്നത് കൺജനിറ്റൽ മെഗാക്കോളൻ്റെ കേസിൽ യൂസ് ചെയ്യും. കൺജനിറ്റൽ മെഗാക്കോളൻ എന്ന് വെച്ചാൽ നമ്മളെ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ പാർട്ടിൽ ചില പാർട്ടിൽ ചിലപ്പോൾ ഗാംഗ്ലിയോൻ്റെ ആബ്സെൻസ് കാരണം അങ്ങോട്ടുള്ള ആ ഒരു മോട്ടിലിറ്റി, അതായത് ആ ഒരു ഡൈനാമിക് ആവും, അതായത് കൺസ്ട്രക്ഷൻ ഇല്ലാണ്ടാകും. സോ എന്തെങ്കിലും ഒരു നമ്മളുടെ ഫുഡ് മെറ്റീരിയൽ വെച്ചാൽ നമ്മൾ ആ ഒരു ഡൈജസ്റ്റ് ചെയ്ത് ആ മെറ്റീരിയൽസ് അങ്ങോട്ട് മൂവ് ചെയ്യുമ്പം ഫർദറായിട്ടത് മൂവ് ചെയ്യില്ല. സോ ഒരു ഒബ്സ്ട്രക്ഷൻ മാതിരി ഉണ്ടാകും. സോ അത് കാരണം എന്ത് പറ്റും? ആ കോളൻ വലുതാവും, വലുതായിക്കൊണ്ടിരിക്കും. സോ അതുകൊണ്ടാണ് അതിന് മെഗാ കോളൻ എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ ഉള്ള കേസസിലും എന്ത് യൂസ് ചെയ്യാറുണ്ട്? ബെത്തനിക്കോൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ അഡ്വേഴ്സ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം സ്വെറ്റിംഗ് ഉണ്ടാവും, അതുപോലെ തന്നെ സലൈവേഷൻ, ഫ്ലഷിങ്, ഡിക്രീസ്ഡ് ബ്ലഡ് പ്രഷർ, നൗസിയ, അബ്ഡോമിനൽ പെയിൻ, ഡയോറിയ, ബ്രോങ്കോസ്പാസം, ഓക്കെ, ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സൈഡ് എഫക്ട്സ്. നെക്സ്റ്റ്, ഈ ഡ്രഗ്സ് എവിടേക്കാണ് കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആർക്കൊക്കെയാണ് കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പെപ്റ്റിക് അൾസർ പേഷ്യൻസിന് കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്യും. ബിക്കോസ് നിങ്ങൾക്കറിയാം മസ്കുലാനിക് റിസപ്റ്റേഴ്സ് ഉണ്ട്. സോ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഗ്യാസ്ട്രിക് ആസിഡിൻ്റെ സെക്രേഷൻ കൂടും. സോ ഇറ്റ് ഷുഡ് നോട്ട് ബി ഗിവൻ ടു പെപ്റ്റിക് അൾസർ പേഷ്യൻറ്റ്. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് നോട്ട് ഗിവൻ ടു ആസ്മ പേഷ്യൻസ് ഓർ COPD പേഷ്യൻസ്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ഉള്ള പേഷ്യൻസിന് നമ്മൾ എന്ത് കൊടുക്കാൻ പാടില്ല? ബെത്തനിക്കോൾ കൊടുക്കാൻ പാടില്ല. ഓക്കെ, സോ ബിക്കോസ് ഇറ്റ് പ്രസിപ്പിറ്റേറ്റ് ദോസ് കണ്ടീഷൻസ്. നെക്സ്റ്റ് കേസ് എന്ന് വെച്ചാൽ ഇസ്കെമിക് ഹാർട്ട് ഡിസീസ് ഉള്ള പേഷ്യൻസിന് നമ്മളിത് കൊടുക്കാൻ പാടില്ല. കാരണം ആൾറെഡി അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ, അതായത് ഓക്സിജൻ്റെ കൺസപ്ഷൻ കുറവായിരിക്കും ആ കേസസിൽ. ഇപ്പം നമ്മൾ ഈ ഒരു ഡ്രഗ് കൊടുക്കുമ്പം ഇറ്റ് കോസ് ഫർദർ ഹൈപ്പോ ടെൻഷൻ, അപ്പം അത് കുറച്ചും കൂടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. സോ യു ഷുഡ് നോട്ട് ഗീവ് ബെത്തനിക്കോൾ ടു ഇസ്കെമിക് ഹാർട്ട് ഡിസീസ് പേഷ്യൻറ്റ്. പിന്നെ ഇത് കൊടുത്തുകൂടാത്തൊരു പേഷ്യൻ്റ് എന്ന് വെച്ചാൽ ഹൈപ്പർ തൈറോയിഡിസം ഉള്ള പേഷ്യൻസിനും ഇത് കൊടുക്കാൻ പാടില്ല.
നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ പാർക്കിൻസൺ ഡിസീസ് ഉള്ള പേഷ്യൻസിന് യു ഷുഡ് നോട്ട് ഗീവ് ബെത്തനിക്കോൾ ബിക്കോസ് ട്രമറിൻ്റെ കണ്ടീഷൻസ് കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്യും. അസിറ്റൈൽകൊളൈൻ കൊടുക്കുന്നതിനനുസരിച്ച് ആൾറെഡി ട്രമർ ഉണ്ടാവും, ആ ട്രമർ ഒന്നും കൂടെ എക്സാജറേറ്റ് ചെയ്യാൻ തുടങ്ങും. നെക്സ്റ്റ് ഈസ് കാർബക്കോൾ. ഓക്കെ, കാർബക്കോളിൽ 2 റിസപ്റ്റേഴ്സിലും ആക്ട് ചെയ്യാൻ പറ്റും. അതായത് നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സിലും മസ്കുരാനിക് റിസപ്റ്റേഴ്സിലും ആക്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡ്രഗാണ് കാർബക്കോൾ. എന്തുകൊണ്ട് അതിന് 2ലും ആക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇറ്റ് ലാക്സ് മീഥൈൽ ഗ്രൂപ്പ്. ഓക്കെ, മീഥൈൽ ഗ്രൂപ്പിൻ്റെ ആബ്സെൻസ് കൊണ്ട് ഇറ്റ് ക്യാൻ ആക്ട് ഓൺ ബോത്ത് മസ്കുരാനിക് ആൻഡ് ആസ് വെൽ ആസ് നിക്കോട്ടിനിക് റിസപ്റ്റർ. ഓക്കെ, അതുപോലെ തന്നെ ഇതിന് കാർബോണിക് ആസിഡിൻ്റെ പ്രസൻസ് ഉണ്ട്. കാർബോണിക് ആസിഡിൻ്റെ പ്രസൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ അസിറ്റൈൽകൊളൈൻ എസ്ട്രേസിന് ഇതിന് കാറ്റബോളൈസ് ചെയ്യാൻ കഴിയത്തില്ല. ഓക്കെ, അതിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് കളയാൻ സാധിക്കത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കൂടുതലായിരിക്കും. ലൈക്ക് ബെത്തനിക്കോളിൻ്റെ ആണെങ്കിൽ ഇതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കൂടുതലായിരിക്കും. ഏകദേശം 1 hour ആയിരിക്കും ഇതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ കാർബക്കോൾ നമ്മൾ സിസ്റ്റമിക്കലായിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്നൊരു ഡ്രഗ് അല്ല. നോ ഡേയ്സ് വി ആർ നോട്ട് യൂസിങ് കാർബക്കോൾ ആസ് എ സിസ്റ്റമിക് ഡ്രഗ്. ഓക്കെ, കാർബക്കോളിൻ്റെ മെയിൻ ആക്ഷൻ എന്ന് വെച്ചാൽ ഗാംഗ്ലിയോണിക് സ്റ്റിമുലേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. ഓക്കെ, സോ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് സ്റ്റിമുലേറ്റ് ചെയ്യും, ദെൻ അഗെയിൻ ഇറ്റ് ഗോസ് ടു ഡിപ്രഷൻ. ഓക്കെ, അതുകൊണ്ടാണ് മെയിൻ റീസൺ ഇത് നമ്മൾ സിസ്റ്റമിക്കായിട്ട് കൂടുതൽ യൂസ് ചെയ്യാത്തതിൻ്റെ റീസൺ അത് തന്നെയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ് ഫസ്റ്റ് സ്റ്റിമുലേറ്റ് ആൻഡ് ദെൻ ഡിപ്രസ് ദ സിസ്റ്റം. അതായത് കാർഡിയോവാസ്കുലർ സിസ്റ്റം ആയാലും ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ സിസ്റ്റം ആയാലും അത് ഫസ്റ്റ് സ്റ്റിമുലേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഡിപ്രസ് ചെയ്യും. പിന്നെ കാർബക്കോളിൻ്റെ നെക്സ്റ്റ് മെയിൻ ആക്ഷൻ എന്ന് വെച്ചാൽ ഐയിലാണ്. ഓക്കെ, ഇറ്റ്സ് മിമിക് ദ എഫക്റ്റ് ഓഫ് അസിറ്റൈൽകൊളൈൻ. അസിറ്റൈൽകൊളൈൻ്റെ ആക്ഷനെ മിമിക് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്ഷൻ ആയിരിക്കും കണ്ണിലുണ്ടാവുക. അപ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? മയോസിസ് ഉണ്ടാവും, കോൺട്രാക്ഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് ദ ഐ, അതുപോലെ തന്നെ സിലിയാറസ് മസിലിൻ്റെ കോൺട്രാക്ഷനും ഉണ്ടാകും. അതുകൊണ്ട് ഇൻട്രാ ഓക്കുലർ പ്രഷർ എന്ത് പറ്റും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, അത് എന്ത് പേഷ്യൻസിന് യൂസ്ഫുള്ളായിരിക്കും? ഗ്ലൂക്കോമ പേഷ്യൻസിന് ഇത് യൂസ്ഫുള്ളാണ്. സോ പക്ഷേ ഇങ്ങനൊരു ഗ്ലോക്കോമ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പൈലോകാർബൻ ആയിരിക്കും കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. കാർബക്കോൾ അങ്ങനൊരു കേസിൽ യൂസ് ചെയ്യാറില്ല. ഇപ്പം ഇഫ് ദ പൈലോകാർബൻ ഈസ് നോട്ട് suitable for that patient, then only we will go for carbachol. Okay. So next drug is pilocarpine. Okay, so the pilocarpine is an alkaloid drug. It's a tertiary amine compound and it is not hydrolyzed by acetylcholinesterase. Acetylcholinesterase നെ ഹൈഡ്രോളൈസേസ് ചെയ്യാൻ കഴിയാത്തൊരു ഡ്രഗാണ് എന്ത്? പൈലോകാർപ്പിൻ. പൈലോകാർപ്പിൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒപ്താൽമോളജി ഏരിയയിലാണ്. ഓക്കെ, ഒപ്താൽമോളജി ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ പൈലോകാർപ്പിൻ നമുക്ക് യൂസസ് വരുന്നത്. അതുപോലെ തന്നെ സോ ഇറ്റ് ഈസ് എ വെരി ഇത് അൺചാർജ്ഡ് മോളിക്യൂളാണ് എന്ത്? പൈലോകാർപ്പിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ, അതായത് ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ ക്രോസ് ചെയ്ത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ എത്താൻ കഴിവുള്ള ഒരു ഡ്രഗുമാണ് എന്ത്? പൈലോകാർപ്പിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ പൈലോകാർപ്പിൻ്റെ ആക്ഷൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ പൈലോകാർപ്പിൻ യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ക്ലോസ്ഡ് ആംഗിൾ അല്ലെങ്കിൽ ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ പൈലോകാർപ്പിൻ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ടോപ്പിക്കലി ഇറ്റ്സ് അപ്ലൈ ടു കോർണിയ. ഓക്കെ, കോർണിയയിൽ അപ്ലൈ ചെയ്യുന്ന ഉടനെ ഇറ്റ് കോസസ് റാപ്പിഡ് മയോസിസ്, അതായത് കൺസ്ട്രക്ഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് ദ ഐ, ദാറ്റ് ഈസ് സീലിയറി മസിൽസ് കൺസ്ട്രക്ട് ചെയ്യും. ആ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇൻട്രാ ഓക്കുലർ പ്രഷർ റെഡ്യൂസ് ചെയ്യും. അപ്പം നമ്മൾ നേരത്തെ ഒരു അസിറ്റൈൽകൊളൈൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ടിവിറ്റിക്കകത്ത് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ, നമ്മളുടെ ആ അക്യൂസ് ഹ്യൂമറിൻ്റെ ആ ഒരു അക്യൂസ് ഹ്യൂമർ എവിടെ നിന്നാണ് സെക്രീറ്റ് ചെയ്യുന്നത്? എപ്പിത്തീലിയം ഓഫ് ദ സീലിയറി ബോഡി എന്നുള്ള എപ്പിത്തീലിയത്തിൽ നിന്നാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അക്യൂസ് ഹ്യൂമർ. അപ്പം അത് ഫ്ലോ ചെയ്യുന്നതിന് ആ ഒരു കോൺട്രാക്ഷൻ നടക്കുമ്പം അതിൻ്റെ ഫ്ലോ ത്രൂ ദ ട്രാബക്കുലാർ മെഷ് വർക്ക്, അതും ആ ഒരു ട്രാബക്കുലാർ മെഷ് വർക്കും ആ കനാൽ ഓഫ് സ്ലമ്മിലോട്ടുമുള്ള ആ ഫ്ലോ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ അത് ട്രാബക്കുലാർ മെഷ് അത് ഓപ്പൺ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതുവഴിയാണ് ഇൻട്രാ ഓക്കുലർ പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ കോൺട്രാക്ഷൻ നടക്കുമ്പം എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കായിട്ട് ഇൻട്രാ ഓക്കുലർ പ്രഷർ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് പൈലോകാർപ്പിൻ എന്തിന് യൂസ് ചെയ്യുന്നത്? ഈ ഓപ്പൺ ആംഗിൾ അല്ലെങ്കിൽ ക്ലോസ് ആംഗിൾ ഗ്ലൂക്കോമയിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ വേറെ എന്തൊക്കെയാണ് യൂസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ പൊട്ടൻറ്റ് സ്റ്റിമുലേറ്റർ ഓഫ് സെക്രീഷൻസ്. എല്ലാ സെക്രീഷൻസെയും സ്റ്റിമുലേറ്റ് ചെയ്യാൻ കഴിയും. അതായത് സ്വെറ്റ്, ടിയേഴ്സ്, സലൈവ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള എഫക്റ്റ് ഇതിനുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സം സ്പെസിഫിക് കണ്ടീഷൻസ് സച്ച് ആസ് സ്റ്റോഗ്രൻസ്
സിൻഡ്രം. അതെന്ന് വെച്ചാൽ ഈ ഡ്രൈ മൗത്ത് അല്ലെങ്കിൽ ലാക്ക് ഓഫ് ടിയേഴ്സ് അങ്ങനെയുള്ള കണ്ടീഷൻസിന് നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? പൈലോകാർപ്പിൻ ടാബ്ലറ്റ്സ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ സെറോക്സ്റ്റോമിയ, അതായത് സലൈവയുടെ സെക്രീഷൻ, ഡ്രൈ മൗത്ത് വരുന്ന ആൾക്കാർക്ക് വരുന്ന കണ്ടീഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? പൈലോകാർപ്പിൻ കൊടുക്കാറുണ്ട്. പൈലോകാർപ്പിൻ്റെ മെയിനായിട്ടുള്ള അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്റ്റർബൻസസും ഒക്കെ ഉണ്ടാകാറുണ്ട്. അതാണ് അതിൻ്റെ മെയിൻ സൈഡ് എഫക്റ്റ്. അതുപോലെ തന്നെ പ്രൊഫ്യൂസ് ആയിട്ടുള്ള സ്വെറ്റിങ്ങും സലൈവേഷനും ഒക്കെയാണ് മെയിനായിട്ട് പൈലോകാർപ്പിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം 8 hours ആണ് ആൻഡ് ക്യാൻ ബി റിപ്പീറ്റഡ്. ഓക്കെ.